മാനുവലിലുള്ളത് മേശയുടെ ഒരു ടോപ്പ് വ്യൂ ആണ് കേട്ടോ. പക്ഷെ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, കുറെ തടി കഷ്ണങ്ങളും സ്ക്രൂ ഒക്കെ ആയിട്ട്. ഇത് നമ്മൾ തന്നെ ഫിറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, പക്ഷെ ഇച്ചായി മാനുവലി നോക്കുന്നുണ്ട്. ലയോലി മെർലിൻകാരാണ് നമുക്കിത് അയച്ചത്. വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവരുടെ കടയിലുണ്ട്. ഇല്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ മേശ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇച്ചാൻ ദേ മേശ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഏതൊക്കെ സ്ക്രൂ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പിന്നെ മാനുവൽ ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അത് മാനുവലിൽ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ആശാൻ ഉണ്ടാക്കുന്നത്. സീസൺ ചെറുതായിട്ട് മാറുകയാണ്. നല്ല ചൂട് വരാൻ പോകുന്നത് കൊണ്ട് നമ്മൾ വീട് കുറച്ച് റിഫോർമ ചെയ്യാന്ന് വിചാരിച്ചു. വീടിന്റെ പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റണം. എപ്പോഴും ഒരേ പെയിന്റ് ആയി കഴിഞ്ഞാൽ എന്താലേ. പിന്നെ ഞങ്ങൾ കുറച്ച് മുളത്തടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞങ്ങൾ ടെറസിലൊക്കെ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കണം. ഫസ്റ്റ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ മേശ. എന്തായാലും ഇച്ചായും ഫിറ്റ് ചെയ്ത് വന്നപ്പോ മേശ 4 കാലമേ നിൽക്കുന്നുണ്ട്. അതിനൊരു സമാധാനമായി കിട്ടി. നിങ്ങൾ അറിഞ്ഞില്ലേ, സ്പെയിനിലെ സീസൺ മാറുവാണ്. അതികഠിനമായിട്ടുള്ള തണുപ്പിൽ നിന്ന് അതികഠിനമായിട്ട് ചൂടിലേക്ക് വരാൻ പോവാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സംഭവമാണ് മിതമായിട്ടുള്ള ചൂട്. ഈ ചൂടിന്റെ സമയത്താണ് നമ്മൾ ഇതെല്ലാം ചേഞ്ച് ആക്കുന്നത്. റൂമിന്റെ കളർ മാറ്റുക എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫർണിച്ചറൊക്കെ മേടിക്കാന്ന് തീരുമാനിച്ചു. ഇനി നമ്മൾ ഇരിക്കുന്നത് താഴെ തന്നെ ആയിരിക്കും നമ്മുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ ഒരു മേശ നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. ഇനി റൂമിന്റെ കളർ മാറ്റുക, ഡ്രസ്സുകൾ ചേഞ്ച് ആക്കുക, കുറേ പരിപാടികളുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. കുറെ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു മേശ മേടിക്കണം എന്നുള്ളത്. ഞങ്ങൾക്ക് പണ്ടൊരു മേശ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിലും ചെറിയ മേശയായിരുന്നു. അത് ഞങ്ങൾ കളഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മേടിച്ചൊരു മേശയാണ് കേട്ടോ. പക്ഷെ ഇത് മേടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതില് ഫോട്ടോയിലൊക്കെ കണ്ടത് ചെറിയൊരു മേശ പോലെയാണ് കണ്ടത്. പക്ഷെ മേടിച്ചപ്പോൾ ഭയങ്കര വലുതായിട്ട് തോന്നി. ഇതിങ്ങനെ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ളതുണ്ട്. നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു നല്ല അടിപൊളി ടേബിൾ പോലെയാണ്. അപ്പോൾ നമ്മൾ മേടിച്ച നമ്മുടെ സെറ്റിയുടെ അതേ രീതിയിലുള്ളൊരു മേശ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ മേശയിൽ ഇരുന്ന് തന്നെ ആദ്യത്തെ ഫുഡ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട്.